ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ NS ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു നോമ്പുതുറ വിഭവമാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ മുഹറം 10 പോലെ നമ്മുടെ മുഹറം 10 നോമ്പുതുറ വിഭവമാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് മുഹറം 10 അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ശ്വാസം മുട്ടലിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചത്. ഇപ്പോഴും അത്ര ഞാൻ ഓക്കെ ആയിട്ടില്ല, എന്നാലും ഞാൻ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്ത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് നമ്മുടെ സമൂസയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ വലുതായിട്ട് ഓവറായിട്ടുള്ളതൊന്നുമില്ല, നമ്മളെ സമൂസ മാത്രമേ ഉള്ളൂ. സമൂസയും ഒരു നാരങ്ങ വെള്ളം, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ നോമ്പ് തുറയ്ക്കുള്ളതെന്ന് പറയണത്. പിന്നെ നമ്മുടെ ഫുഡെന്ന് പറയണത് ഇടിയപ്പവും നമ്മുടെ മുട്ടക്കറിയുമാണ് ഗൈസ്. അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇപ്പോൾ കുക്കറിൽ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് പീസിലൊക്കെ അടിച്ച് വേവിച്ച് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂസ ഫില്ലിങ് ഞാൻ നന്നായിട്ട് സവാള വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട്, പിന്നെ അതിനുശേഷം ഞാൻ തക്കാളിയൊക്കെ ഇടുന്നുണ്ട്. രണ്ടിലും ഇങ്ങനെ ഒരുമിച്ച് തന്നെയാണ് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് ഗൈസ് അത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലോട്ട് നമ്മുടെ അരപ്പൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇടിയപ്പം ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കറിയൊക്കെ വേവിക്കാൻ വേണ്ടി അടുക്കളയോട്ട് കയറിയത്. അപ്പോൾ സമയത്തിന് കഴിക്കുമ്പോൾ ഇച്ചിരി ചൂടോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കയറിയത്. പിന്നെ അതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും അരസ്പൂൺ മുളക് പൊടി, അരസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉടച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ചീസ് ഇട്ടിട്ട് അതിന് ശേഷം ഇച്ചിരി നമ്മുടെ സോയാ സോസ് കൂടെ ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ഫില്ലിങ് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ സമൂസയിലോട്ട് നമുക്കതാ വെച്ച് ആ ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി എടുക്കാം ഗൈസ്. കണ്ടോ, നമ്മളെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മുട്ടക്കറി റെഡിയായി ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫില്ലിങ്ങൊക്കെ വെച്ച് ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലത് വറുത്ത് കോരിയെടുക്കാം. പിന്നെ എന്താ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ നോക്കിയാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ടാറ്റ ബൈ ബൈ.